ഇപ്പൊ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ലീഗുകാരടക്ക രംഗത്ത് വന്നു. പിണറായി വിജയനായിരുന്നു ശരി എന്നുള്ളത്. എന്നാലും എൻ്റെ പൊന്ന് സതീശൻ മുതലാളി, നിങ്ങൾ ലീഗിന്റെയും കൂടി പിൻബലത്തിലോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത് എന്ന ബോധം ഉള്ളത് നന്നായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ അവർ മൂടും തട്ടി പൊടിയും തട്ടി പോവും. എനിക്ക് ഉറപ്പുണ്ട് അതിൽ. കാരണം അമ്മാതിരി പറഞ്ഞ വാക്കുകൾ നിമിഷാർത്ഥം കൊണ്ട് മാറ്റിമറയ്ക്കാൻ നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. വേണമെങ്കിൽ അതാ ഒരു 5 മിനിറ്റ് തരും കേട്ടോ. ഈ ഫണ്ടും വാങ്ങി ഈ എന്താണ് ഈ ലോഗോയും വെച്ച് ലക്ഷക്കണക്കിന് വീടുകൾ കൊടുത്തിട്ടപ്പെട്ടത് കേരളത്തിൽ നിലനിൽക്കുന്നു. പിന്നെ കേന്ദ്രം അതിനടുത്ത പടിയിലേക്ക് കടന്നു. അവര് ക്വാണ്ടിറ്റി കുറച്ച് വർദ്ധിപ്പിച്ചു. ഒരു കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മാത്രം പശ്ചാത്തല സൗകര്യം നോക്കിയിട്ടല്ല ഉണ്ടാകുക. ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഇവിടെ ചിലപ്പം ഒരു വീട് വെക്കണമെങ്കിൽ പിന്നെ സർക്കാർ 4 ലക്ഷം റുപ്യ വീട് ഉണ്ടാക്കാൻ കൊടുക്കണം. എന്നാൽ വയനാട് പാക്കേജിൽ പോയാൽ അവിടെ 25 ലക്ഷം ചോദിക്കണം. വീടുണ്ടാക്കാൻ 25 ലക്ഷം വേണ്ടി വരുന്നത് സർക്കാരിന് അറിയാം. അത് വേറെ കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവർക്ക് ഇതിനൊന്നും പറയാൻ അർഹതയില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഈ സർക്കിൾ ഉണ്ടല്ലോ, അത് ഞാൻ മറുപടി പറയാതെ കേൾക്കാറുണ്ടല്ല. ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞ പ്രതികരണത്തിന് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് വരുന്നില്ല. പോട്ടെ, ഞാൻ ഫോണിൽ കേൾപ്പിക്കാം. കൊടുക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ്. അവർ പറഞ്ഞത് നിങ്ങളൊരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ഫോട്ടോ കാര്യമൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ശരിയല്ല, ആ വീട് അവരതാണ്, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷെ അവർ നിർബന്ധിച്ചു തന്നു. അവസാന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായിട്ട് സംസാരിക്കാനിടയായി. അപ്പോൾ തീർത്ത് പറഞ്ഞു അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ സഹായം തരാൻ പറ്റില്ല എന്നൊരു സഹായം തന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ വെക്കും, ഞങ്ങൾ ഏതായാലും ഈ കാര്യം ചെയ്യില്ല എന്നിപ്പോൾ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഷാഫിച്ചാലും താങ്കൾ പറഞ്ഞ സർക്കുലർ കഴിഞ്ഞു വന്ന പ്രതികരണം താങ്കൾ പറയുന്ന സർക്കിളിന് മുമ്പുണ്ട് കേട്ടോ ഈ പറയുന്ന ലോഗോ വെക്കണം. പക്ഷേ അത് ഒരു മാൻഡേറ്ററി നിർബന്ധ ബുദ്ധിയിൽ പറയുന്ന ഒരു സാധനം ആയിരുന്നില്ല ഷാഫിച്ചാലും. ഈ പറയുന്ന പോലെ അത് ഒരു സ്റ്റിക്കർ പോലെ വേണേൽ ഒട്ടിച്ചിട്ട് വേണേൽ ഇളക്കി കളയാം. രണ്ടാമത് അവസ്ഥ എന്താണ്? രണ്ടാമതൊരു അവസ്ഥ ഇത് പെർമനന്റ് ആയി നമ്മൾ ശിലാപരം എന്നൊക്കെ പറയുന്ന പോലെ പെയിന്റ് കൊണ്ട് ശാശ്വത കാലത്തേക്ക് എല്ലാ കാലത്തേക്കും ആ വീട്ടിൽ മരണം ഉണ്ടായി, ആ വീട്ടിൽ കല്യാണം ഉണ്ടായി, അവിടെ നല്ല കാലം ഉണ്ടായി, ഇത് ഫ്രീ ആയിട്ട് വീടാണ് നാട്ടുകാരോട് പറയുന്ന മട്ടിൽ ഈ പറഞ്ഞ ഇവിടെ ഉണ്ടാവണം എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായി. പറ്റില്ല എന്ന് സംസ്ഥാനം പറഞ്ഞു. അതാണ് നിലപാട്. അല്ല ഷാജി പറയുന്നതാണോ ശ്രീ ഷാഫിച്ചാലും? ഞാൻ കേൾപ്പിച്ചാണ്. ഇതാ ഞാൻ വായിക്കാം. ഇല്ല, അങ്ങ് പറയുന്ന ഈ തദ്ദേശ സർക്കിൾ കഴിഞ്ഞ കാര്യം പറയുന്നത്. ഇവിടെ ഈ ലോഗോ വെച്ചാൽ അത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്ന വ്യക്തി ഈ നാട് ഭരിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് കീഴിലുള്ള കുടുംബശ്രീ സംവിധാനം എല്ലാവർക്കും സർക്കുലർ കൊടുത്തിരിക്കുകയാണ്. ഈ ലോഗോ വെക്കണം എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അയച്ചത്. ഇല്ല, കുടുംബശ്രീ സംവിധാനം ആ സമയത്ത് നാട് ഭരിച്ച മുഖ്യമന്ത്രി കേരളത്തോട് പറയുന്നതാണോ വിശ്വാസം ശ്രീ ഷാഫിച്ചാലും? കേന്ദ്രത്തോട് പറഞ്ഞാണോ വിശ്വാസം? എന്നിട്ട് പണം കിട്ടാതിരിക്കുന്നതാണോ വിശ്വാസം? അതേതോ സർക്കുലറാണോ? അതായത് 2023 11 മാസം 4 തീയതിയാണ് അയക്കുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2026 3 കൊല്ലം മുമ്പ് സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ ആർക്കാണ്? പ്രേക്ഷകൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കുടുംബശ്രീ, ഗ്രാഹകൻ, എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതിന് വായിക്കും. ഞാൻ വായിക്കണേക്കാളല്ല അശ്മി വായിക്കുന്നല്ലേ, ഒന്ന് വായിച്ചു നോക്കൂ. അതായത് അവിടെ ആ വീടുകളിൽ കൊണ്ടുവെക്കുന്ന ഈ പറയുന്ന ലോഗോ ആവട്ടെ എന്തോ ആവട്ടെ അത് ആ മനുഷ്യന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ഫണ്ട് തരുന്നവരെ അത് വെക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല. അതിന്റെ അടിസ്ഥാനം നിങ്ങൾ ഫണ്ട് നിഷേധിച്ചാൽ 4 ലക്ഷം രൂപ കൊടുക്കും, നിങ്ങൾ 72 കൊടുക്കും, ഞങ്ങൾ കൊടുത്തോളാം, ആ ഫണ്ട് വേണ്ട എന്നൊരു നിലപാട് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിന് പിണറായി വിജയൻ പേര്. ജെയിം ഷാജി പറയുന്നത് അവിടെ നിലപാടാണത്. അതല്ലേ വേണ്ടത്? ഭരിക്കുമ്പോഴാണ് അത് എപ്പോഴാണ് വേണ്ടത്? 2023 വേണ്ടത്. 2023 എല്ലാ നഗരസഭാ സെക്രട്ടറിമാർക്കും ലോഗോ വെക്കണം എന്ന് പറഞ്ഞ് സർക്കുലർ കൊടുത്തിട്ട് 3 കൊല്ലം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് പറയാം അത് ആത്മാഭിമാന പ്രശ്നമാണ്. ഈ 3 വർഷക്കാലം ഈ ആത്മാഭിമാനം കണ്ടില്ലായിരിക്കും. ഇവിടെ രേഖാപരമായി അയച്ച സർക്കുലറിന് എന്താ 10 പൈസ വിലയില്ല. അപ്പൊ ലീഗിന്റെ നിലപാട് ഓഫീസറാണ് അയച്ചത്. അപ്പൊ ലീഗിന്റെ നിലപാട് 4 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുന്ന ഒരു ഭവനം ലൈഫ് ഭവനം എന്തോ ആയിക്കോട്ടെ, ലീഗിന്റെ നിലപാട് പ്രധാനമാണ് സാർ. ഷാഫിച്ചാലും ലീഗിന്റെ നിലപാട് പ്രശ്നമാണ്. കാരണം എന്താണ്? നിങ്ങൾ പോയ സർക്കാർ നയങ്ങൾക്കെതിരെ പൊരുതി പഠനം നടത്തി അധികാരത്തിലേക്ക് വന്നതാണ്. എന്നിട്ട് പോയ സർക്കാർ നയങ്ങൾ ഞങ്ങൾ തുടരുമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണ്. ലീഗിന്റെ നിലപാടാണോ 4 ലക്ഷം രൂപ സംസ്ഥാനം കൊടുക്കുക, അതിന്റെ ഒരു കുടിശ്ശം 72,000 എന്ന് പറയുന്ന തുച്ഛമായ തുക കൊടുക്കുന്ന അതിന്റെ ആ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് വീടുകൾക്ക് മുന്നിൽ വെക്കണം? എന്താണ് കൽപ്പാന്ത കാലത്തോളം ആജന്മകാലം ആ മനുഷ്യൻ അപമാനം സഹിക്കണം എന്ന നിലപാട് ലീഗിന്റെ നിലപാടാണോ? ഇങ്ങനെ എന്തൊക്കെ കേൾക്കണം. അപ്പൊ ലീഗിന്റെ നിലപാട് എന്താന്ന് മനസ്സിലായില്ലേ? ഇനി വി.ഡി. സതീശനെയും താങ്ങി നിൽക്കാതെ എൻ്റെ പൊന്ന് ലീഗാരെ അത് ഒഴിവാക്കിയിട്ട് സ്ഥലം കാര്യമാക്കി കളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടാൻ പോണത്. അണികളങ്ങ് തിരിയും, കാര്യമായിട്ട് പറയാ. അപ്പൊ വീണ്ടും വരാം സുലാൻ.